എല്ലാ ഭക്തജനക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഇത് വാട്സപ്പ് നമ്പറാണ്. നിങ്ങൾ ഈ നമ്പറിലേക്ക് വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഉടനടി പരിഹാര കാര്യങ്ങൾ നിർദ്ദേശിച്ച് പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മളെ എല്ലാവരെയും ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ സർപ്പദോഷം. അതായത് നമ്മുടെ ജാതകത്തിൽ എത്ര വലിയ ഭാഗ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും രാഹു കേതുക്കൾ പ്രീതിപ്പെട്ടില്ലെങ്കിൽ, കുടുംബപരമായ സർപ്പദോഷം ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, നമുക്ക് ഒരു പ്രീതി ലഭിക്കത്തില്ല. സാമ്പത്തിക നഷ്ടത്തിലേക്ക് തന്നെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കും. അതാണ് പറയുന്നത്, അച്ഛൻ വഴി അമ്മ വഴി കുടുംബപരമായ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ സർപ്പദേവതകളെ പ്രീതിപ്പെടുത്തുക. കൂടാതെ തന്നെ ജാതകത്തിലെ രാഹു കേതുക്കളെ നമ്മൾ പ്രത്യേകതരം പൂജാതി കാര്യങ്ങൾ ചെയ്ത് പ്രീതിപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് കഷ്ടകാലങ്ങളും ദുരിതങ്ങളും സമയദോഷങ്ങളൊക്കെ മാറാവുള്ളൂ. നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ജാതകത്തിൽ രാഹു കേതുക്കളുടെ ഒരു പ്രശ്നമാണ്. നമ്മൾ എത്ര മരുന്ന് കഴിച്ചിട്ടും ചിലവർക്ക് അസുഖങ്ങൾ മാറുന്നില്ല. ചില ഭക്തജനങ്ങൾ പറയുന്നുണ്ട്, നമ്മൾ ആശുപത്രിയിലൊന്നും പോകുമ്പോൾ രോഗങ്ങളും കാര്യങ്ങളും സ്കിന്നിന് ഭയങ്കര കംപ്ലൈൻ്റ് ആണ്, നമുക്ക് വീട് പണിതിട്ട് അങ്ങോട്ട് കയറി താമസിക്കാൻ പറ്റുന്നില്ല, പല രീതിയിലുള്ള ദോഷങ്ങൾ, ശത്രുദോഷമാണ്, ഞങ്ങൾ താമസിക്കുന്ന സർപ്പമുള്ള ഭൂമിയിലാണ്, അപ്പോൾ അതിന് എന്താണ് പരിഹാര കാര്യങ്ങൾ, എന്താ പറയുക, കടബാധ്യത മാറുന്നില്ല, വീട് പണി പകുതിക്ക് വെച്ച് നിർത്തി വെച്ചിരിക്കുന്നു, വാടക വീട്ടിലാണ്, അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് നമ്മുടെ ഭക്തജനങ്ങൾ പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ നോക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഭൂമി ആദ്യമേ സർപ്പപരമായ എന്തെങ്കിലും ദോഷത്തിലാണോ നിൽക്കുന്നത്, വാസ്തുപരമായ എന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഗണിതനെ ഇല്ലെങ്കിൽ ഒരു വാസ്തു അറിയാൻ സരസംബന്ധമായ രീതിയിൽ നമ്മളൊന്ന് നോക്കി വെക്കുന്നത് ഏറ്റവും കൂടുതൽ ഉത്തമമായിരിക്കും. അഥവാ നമ്മൾ വീട് വെച്ചിട്ടുള്ളത് സർപ്പക്ഷേത്രത്തിലാണെങ്കിൽ അത് ഉത്തമമായ രീതിയിൽ തന്നെ പരിഹാര കാര്യങ്ങൾ ചെയ്ത് ആ ദോഷം മാറ്റിയതിന് ശേഷം മാത്രം നമ്മൾ വീട് പണി തുടങ്ങുക. നമ്മുടെ ജാതകത്തിൽ രാഹു കേതുക്കൾക്ക് ബലമില്ലെങ്കിൽ നമുക്ക് എപ്പോഴും രോഗങ്ങളും കഷ്ടകാലങ്ങളും, മനസ്സിന് സന്തോഷമില്ലായ്മ, എപ്പോഴും നമ്മൾ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, പല കാര്യങ്ങളും നമ്മൾ തടസ്സം നേരിടേണ്ടി വരും അല്ലേ. അതായത് ഉദാഹരണത്തിന് നമ്മൾ നിത്യം ജോലിക്ക് പോകുന്ന വ്യക്തികൾക്ക് അസുഖങ്ങൾ ഉണ്ടാകുക, ജോലിക്ക് പോകാൻ മടി, നമ്മളിപ്പോഴും വീട്ടിലിരിക്കുന്ന സ്വഭാവം, കൂട്ടുകാരോട് മിണ്ടാൻ പറ്റാത്ത സ്വഭാവം, നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു ഇരുട്ട മുറിയിൽ ഇങ്ങനെ ഇരിക്കുന്ന പോലെ എപ്പോഴും ഒരു വിഷാദ രോഗത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടി നമ്മൾ രാഹു കേതുക്കളെ പ്രീതിപ്പെടുത്തേണ്ട വളരെയധികം അത്യാവശ്യമാണ്. അതുപോലെ തന്നെ മിക്ക ഭക്തജനങ്ങൾ അച്ഛൻ വഴി അമ്മ വഴിയുള്ള കുടുംബക്ഷേത്രങ്ങളിൽ പോകാതിരിക്കും. ബന്ധുക്കാരൊക്കെ ആയിട്ട് വഴക്കായിരിക്കും. അപ്പോൾ ഈ ബന്ധുക്കൾ വഴക്കുള്ള വഴക്കായിട്ടുള്ള എടുത്തായിരിക്കും ഈ ക്ഷേത്രം ഇരിക്കുന്നത്. അപ്പം ബന്ധുക്കൾ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഇവരവിടെ പോകാതിരിക്കും. അപ്പോൾ അതങ്ങനെ ചെയ്യുന്ന തെറ്റാണ്. നമ്മൾ അവരെ നോക്കരുത്, നമ്മൾ അവിടെ ഇരിക്കുന്ന ദേവതയെ നോക്കുക. അങ്ങനെ നമ്മളവിടെ ചെന്നിട്ട് അവരിവിടെ വരണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ദോഷം അവർക്കാണ്. അത് മിക്ക കുടുംബക്ഷേത്രങ്ങളിലും ഉള്ള ഒരു പ്രശ്നമാണ്. ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ കുടുംബക്ഷേത്രമുണ്ട്, എനിക്ക് ക്ഷേത്രമുണ്ട്, സുബ്രഹ്മണ്യനാണ്. അപ്പോൾ ഞങ്ങളുടെ ചില ബന്ധുക്കൾ വരും, ചില ബന്ധുക്കൾ അവർ വരത്തില്ല. അപ്പോൾ വരുന്നവർക്ക് അതിൻ്റെ അനുഗ്രഹങ്ങളും കാര്യങ്ങളും കിട്ടും. അപ്പോൾ ഞങ്ങളുടെ ബന്ധുക്കർ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ പറയും, നിങ്ങളിവിടെ വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ ദോഷം അവർക്കാണ്. പക്ഷേ അവർ മനഃപൂർവ്വം വരാതിരിക്കുകയാണെങ്കിൽ അതിൻ്റെ പാവവും ദോഷവും അവർക്കാണ്. അവർ ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും ജോത്സ്യനെ ഇല്ലെങ്കിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് സുബ്രഹ്മണ്യൻ്റെ കോപം ഉണ്ടെന്ന് തീർച്ചയായിട്ടും കാണിച്ചു കൊടുക്കും. അപ്പോൾ അതേപോലെ അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ രാഹു കേതുക്കളെ പ്രീതിപ്പെടുത്തുക. ആയില്യം തോറും അവിടെ നമ്മളെ കൊണ്ട് കഴിയാവുന്ന പൂജാതി കാര്യങ്ങൾ നടത്തുക. അതേപോലെ തന്നെയാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് പരിസരത്ത് കാവുണ്ടെങ്കിൽ അവിടെ എണ്ണ കൊടുക്കാതിരിക്കരുത്. അത് കൊടുക്കുന്ന വഴി നമുക്ക് നമ്മുടെ വീട്ടിൽ ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാകും. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ ജാതകത്തിൽ രാഹു കേതുക്കളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മൾ നവഗ്രഹങ്ങൾക്ക് നവഗ്രഹ പൂജയാണ് നടത്തുന്നത്. നമ്മൾ സാധാരണ നവഗ്രഹ അർച്ചനയുണ്ട്, നവഗ്രഹ പൂജയുണ്ട്. അപ്പം നവഗ്രഹ പൂജ ഒരു 21 ആഴ്ച നമ്മുടെ പേർക്ക് നടത്തുകയാണെങ്കിൽ രാഹുദോഷങ്ങളും അതായത് കേതുദോഷങ്ങളൊക്കെ മാറി നമുക്ക് 9 ഗ്രഹങ്ങളുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. അപ്പോൾ ജാതകത്തിലെ ഭാഗ്യങ്ങൾ കൂടും, ദുഃഖ ദുരിതങ്ങൾ ഉണ്ടാകത്തില്ല, രോഗാരിഷ്ടങ്ങളൊക്കെ മാറിക്കിട്ടും, നമുക്ക് തടസ്സങ്ങൾ മാറും, നമുക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും രാഹുഹേതുക്കളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്ക് തടസ്സമുണ്ടാകും. അപ്പോൾ അതിനുള്ള ഒറ്റൊരു പരിഹാരമാണ് നവഗ്രഹ പൂജ നടത്തുക. നവഗ്രഹങ്ങൾക്ക് 9 വലത്ത് വെച്ച് നമ്മുടെ പ്രശ്നങ്ങൾ ഭക്തിപൂർവ്വം പറയുക. പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചില പ്രത്യേകമായ ഉപാസനമൂർത്തികളൊക്കെ ആണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ ഉപാസനമൂർത്തിയോട് മാത്രം പറയാം. എനിക്കെൻ്റെ ദൈവം മാറ്റിത്തരും, ഇല്ലെങ്കിൽ ഹനുമാൻ സ്വാമി മാറ്റിത്തരും, ആ ഒരു വിശ്വാസം ഉണ്ടാകണം.
എന്നെ വിശ്വാസമർപ്പിച്ച് ആരും ഈ പറയുന്ന പൂജാതി കാര്യങ്ങൾ ചെയ്യരുത്. ഞാൻ നവഗ്രഹാർച്ചന ചെയ്യുമ്പോഴത്തേക്ക് രാഹുകേതുക്കളുടെ ദോഷം എനിക്ക് മാറും. ആ ഒരു വിശ്വാസത്തിൽ വേണം ഭക്തജനങ്ങൾ പൂജാതി കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാകുന്നതായിരിക്കും. അടുത്തുള്ള നവഗ്രഹ ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ നടത്തുക. അധികം സാമ്പത്തികം കൂടുതലാണ് നവഗ്രഹ പൂജയാണെങ്കിൽ പക്കനാൾ തോറും ചെയ്താൽ മതി. അതേ ചെറിയ 10, 200, 250 രൂപയൊക്കെ ആണെങ്കിൽ മാക്സിമം എന്താ പറയുക ഭക്തജനങ്ങൾ ആഴ്ചയെ ചെയ്യാൻ കൊടുക്കുക. അതേപോലെ തന്നെ അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്കാവുകളുണ്ടെങ്കിൽ അവിടെ പോകാതിരിക്കരുത്. ഒപ്പം തന്നെ വീടിൻ്റെ അടുത്ത് കാവുണ്ടെങ്കിൽ അവിടെ എണ്ണ കൊണ്ട് കൊടുക്കുക. ജാതകത്തിൽ രാഹുകേതുക്കൾ പ്രീതിപ്പെട്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ പ്രശ്നങ്ങളും തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ മാറത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ദുഃഖ ദുരിതങ്ങളായിരിക്കും. നമ്മൾ എന്താ പറയുക നമുക്ക് മക്കളെ ഓർത്ത് ദുഃഖങ്ങളുണ്ടാകും, മക്കൾ പഠിക്കാതിരിക്കുക. അതൊക്കെ ഈ രാഹുകേതുക്കളുടെയൊക്കെ ദോഷങ്ങൾ കൊണ്ടാണ് വരുന്നത്. അപ്പോൾ രാഹുകേതുക്കളെ ഭക്തജനങ്ങൾ പ്രീതിപ്പെടുത്തുവാണെങ്കിൽ എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും കാര്യങ്ങളും ഭക്തജനങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്. അപ്പോൾ ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിക്കുക.